ഇന്നും ദിയ ഫാത്തിമ മോളുടെ പുതിയ ഒരു വീഡിയോയുമായിട്ട് വന്നതാണ്. ഓരോ ദിവസം പുലരുമ്പോഴും ചിന്തിക്കാറുള്ളത് ഇന്നെങ്കിലും ആ സന്തോഷ വാർത്ത കേൾക്കുവാൻ അള്ളാഹു ഒരു അവസരം തരുമോ എന്ന് മനസ്സിൽ ചോദിച്ചുകൊണ്ടാണ് ചാനലുകളിൽ ഈ മോളെ സംബന്ധിക്കുന്ന പല വീഡിയോസും വന്നുകൊണ്ടിരിക്കുന്നു. ആണെങ്കിലും എപ്പോഴും ഞാൻ ആധികാരികമായിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ജുനൈദിൻ്റെ വീഡിയോസ് മാത്രമാണ് കാണാറുള്ളത്. നമ്മൾക്ക് ജുനൈദിൻ്റെ പുതിയ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ കേട്ടു നോക്കാം. ഈ ഒരു 19 എന്ന് പറഞ്ഞൊരു ന്യൂസ് ചാനൽ, ഞാൻ അവരുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഈ ന്യൂസ് ചാനലിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, അത് എനിക്ക് വിളിക്കുന്ന കോളിൽ ഒരു 50ഓളം പേരെങ്കിലും, ഇന്നൊരു 50 കോളെങ്കിലും എനിക്ക് വന്നിട്ടുണ്ടോ ഇന്ന് മാത്രം. ഞാൻ എടുത്തത് കേട്ടോ, ഓക്കെ, മെസ്സേജ് ആയിട്ടോ ഒക്കെ കോള് മാത്രം വന്നത്. അപ്പം അങ്ങനെ ഞാൻ ഇവരൊക്കെ പറയുന്ന ഒറ്റ കാര്യം തന്നെ, സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞത് ഒന്ന് ഇന്നും ഒക്കെ അന്നത്തെ കാര്യം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീണ്ടും പോലീസ് പോലും അന്വേഷിക്കാത്ത രീതിയിൽ ഞാൻ, അതായത് നമ്മുടെ ഒരു ചിന്താഗതി അന്വേഷണം വീണ്ടും മുറ്റത്തേക്ക് എത്തിയത്. അപ്പോൾ ഇവർക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ, ഇവർക്ക് ആരെങ്കിലും ശത്രുത ഉണ്ടോ, എന്തെങ്കിലും വിഷയങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ, ഇതായിരുന്നു പിന്നെ എൻ്റെ കൂടുതൽ അന്വേഷണം. അന്നൊക്കെ എന്നെ എത്ര ആൾ കുറ്റം പറയും, നീ ഇത് ഏറ്റെടുത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട പോലീസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു. ഞാൻ ഒരുപാട് പഴി കേട്ടായിരുന്നു. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ ഇതിലിപ്പോൾ എത്രയോ ഏകദേശം ഒരു 50,000 ആള് ഞാൻ ഇന്നെടുത്ത് നോക്കുമ്പോൾ 50,000-60,000 ആളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ആളിൽ ഒരാൾ പോലും, ഇത്രയും കമൻ്റ് ഇട്ട ആൾ പോലും ഒരാളത് നോ എന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും ഒരാളെ പ്രതിയാക്കാനോ മറ്റുള്ള കാര്യങ്ങളല്ല പറഞ്ഞു. ഞാൻ ആ പോലീസിനായി കയറി വീടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അവിടെ ഇവിടെ യൂട്യൂബിലൊക്കെ കമ്പനിയിൽ കണ്ടിട്ട് ഇതാണ് പ്രതി, ഇന്നതാണ് ഇത് അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ക്ലിക്ക് കൊടുത്താൽ അതിൻ്റെ ഉള്ളടക്കം ചിലപ്പോൾ ശുദ്ധമായിരിക്കാം. അതൊരു ടെക്നിക്കാണ് യൂട്യൂബിൻ്റെ, ഒരു കമ്പനിയിൽ നന്നായി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പോലീസ് അന്വേഷിക്കട്ടെ, നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ, നമ്മുടെ ഈ വിവാദങ്ങളായാലും കാര്യങ്ങളും ഇവിടെ തുറന്നു പറയലുകളും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വരും ദിവസങ്ങളിൽ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും പറയാം. ഇന്ന് വരെ സന്തോഷമുള്ള കുറേ കാര്യങ്ങൾ, അതായത് ഇനി അതിൻ്റെ അടിയിൽ വന്നിട്ട് കുട്ടീനെ കിട്ടിയോ എവിടെയെന്ന് ചോദിക്കല്ലേ. സന്തോഷകരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം, ചിലപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഫലമായിട്ടാണല്ലോ അതൊക്കെ, നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണല്ലോ. എങ്ങനെ ചിന്തിച്ചു നോക്കിയാലും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് തെളിവുകൾ കിടക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചായ കുടിച്ച ഗ്ലാസ് പുറത്തെ സിറ്റൗട്ടിൽ കൊണ്ടുപോയി കമഴ്ത്തി വയ്ക്കണമെങ്കിൽ അത് ചെയ്തത് ഉറപ്പായിട്ടും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആൾ തന്നെ ആകാനാണ് സാധ്യത. കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ഗ്ലാസ് കമഴ്ത്തി വെച്ച് പെട്ടെന്ന് ഇറങ്ങിപ്പോയതാവാം. അന്ന് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഗ്ലാസ്സിലെ ഫിംഗർ പ്രിൻറ്റ്സ് പരിശോധിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് വലിയൊരു തെളിവായി വരാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. ഇതൊരു സാഹചര്യ തെളിവായിട്ട് തന്നെ കാണാം. ഇങ്ങനെ നോക്കിയാൽ കുഞ്ഞ് വെള്ളത്തിൽ ഒഴുകിപ്പോകാനുള്ള സാധ്യതയേ ഇല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ പോലീസ് നായ മണം പിടിച്ച് അയൽപക്കത്തുള്ള വീട്ടിൽ ഓടിക്കേറിയത്. മനുഷ്യർ കളവ് പറഞ്ഞാലും ഒരിക്കലും പോലീസ് നായ കള്ളം പറയാൻ ഒരു സാധ്യതയുമില്ല. പോലീസിൻ്റെ അനാസ്ഥ കാരണം തെളിവുകൾ ഒന്നും തന്നെ നേരെ പ്രയോജനം കണ്ടില്ല. എന്തായാലും ആ വീടും പരിസരവും വീട്ടുകാരെയും നന്നായിട്ട് അറിയാവുന്നവർ തന്നെയായിരിക്കും ഈ ഹീനമായ കൃത്യം ചെയ്തത്. എന്നിട്ടും 8 കൊല്ലം ഇത് മൂടി വെച്ചു. ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു? കുറച്ച് കാര്യങ്ങൾ ഇനി അത് പോലീസാണ് അന്വേഷിക്കേണ്ടതും നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങേണ്ടതും. അതിനപ്പുറത്തേക്ക് എന്തുണ്ടോ അത് എനിക്കിവിടെ വിളിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. അതവിടെ നിൽക്കട്ടെ. ഓരോ മനുഷ്യ മനസ്സും നിഗൂഢതയുടെ കോട്ടാന്നല്ലേ, കുറച്ച് നിഗൂഢതയൊക്കെ ഇവിടെ കിടക്കട്ടെ. അപ്പൊ അങ്ങനെ നമ്മുടെ പോലീസുകാര് നന്നായി അത് അന്വേഷിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലീസ് നായന്റെ ഒക്കെ കാര്യം പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ 33-34 വയസ്സാവുന്ന എനിക്ക്, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരുപാട് കള്ളം പറയുന്ന പോലീസുകാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ കള്ളം പറയുന്ന ഒരു പോലീസ് നായെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഓക്കെ, മനസ്സിലാകുന്നവന് മനസ്സിലാവും. അപ്പം ഇനി ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നമ്മുടെ ദിയമോള് തിരിച്ചു വരട്ടെ, സത്യം തെളിയട്ടെ. അപ്പം അതിൻ്റെ നമ്മുടെ സോഷ്യൽ മീഡിയയും തരംഗവും ഈ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് എന്തിനായിരുന്നോ അത് വിജയം കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു പരിധി വരെയൊക്കെ വിജയം കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ 19 കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ എടുത്ത് പരാമർശിക്കാൻ, എനിക്ക് ഒരാളോട് ഒരു ശത്രുതയോ ഒരു കാര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകളോടോ അല്ലെങ്കിൽ എല്ലാ മതമായാലും ശരി, എല്ലാ ആളുകളായാലും ശരി, പല ആളുകളും ചോദിച്ചത് കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചില കമന്റുകൾ കണ്ടുകൊണ്ടൊക്കെ ആയിരിക്കാം.
അപ്പോൾ ഇന്ന മതം എന്നോ ഇന്ന ആളെന്നോ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നമ്പറൊക്കെ തരാം. ഇന്ന് എന്നെ വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോകണം, അവിടെ ഇങ്ങനെ കുട്ടികളൊക്കെ കണ്ടെത്തിയാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് പോലും ഞാൻ അവഗണിച്ചില്ല. ഓക്കെ, താങ്കൾക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ, ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും അങ്ങനെ പുള്ളി പറയുന്നുണ്ടെങ്കിൽ ഓക്കെ പോവാം. നമ്പറൊക്കെ തന്നു അവരോട് എന്താ വെച്ചാൽ അതൊക്കെ അവരവരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളായിട്ട് അവർ ചെയ്തോട്ടെ, ഞാൻ അതിലൊന്നും ഇടപെടില്ല. അപ്പൊ അതുപോലെ ഒരു മതങ്ങളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ പിന്നെ എന്നെ വ്യക്തികളെ കുറ്റം പറയാനോ ഞാനല്ല. ഞാൻ ഇതിന്റെ പിറകിൽ പോയി അന്വേഷിച്ച് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആ ആളുകൾ വീണ്ടും ചോദിക്കുന്ന ആളുകൾക്കൊക്കെ പറയാണ്. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് അന്വേഷണമൊക്കെ തുടങ്ങി അങ്ങനെ അങ്ങനെ എത്തി. ഞാൻ നിൽക്കുന്നത് എവിടെയായിരുന്നല്ലോ, 2021-22 നിന്നത് അങ്കമാലി ബസ് സ്റ്റാൻഡിലായിരുന്നു ഞാൻ നിന്നത്. ചുരുക്കി പറയാം, ഞാൻ അങ്കമാലി ബസ് സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വലിയ കടമ്പയാണ് എനിക്ക്. ഞാൻ അവിടെ തികച്ചും ഞാൻ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഒന്നോർത്താൽ ഇവിടെ മനുഷ്യൻ തന്നെയാണ് ദൈവവും ദുഷ്ടനുമായിട്ട് മാറുന്നത്. ഒരു ചിലർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ദുഷ്ടരായി പ്രവർത്തിച്ചപ്പോഴേക്കും ദൈവമായി പ്രവർത്തിക്കേണ്ട പോലീസുകാരോ അതിനൊട്ടും ശ്രമിച്ചുമില്ല, അന്വേഷിക്കാതെ അതിൽ നിസ്സംഗത പാലിക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്നും സത്യം മാത്രമേ വിജയിക്കുള്ളൂ എന്ന് വിശ്വസിക്കാം. എങ്ങനെയൊക്കെ ചിന്തിച്ചാലും 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് കസേരയിൽ നിന്ന് ഇറങ്ങുവാൻ ശ്രമിക്കുമ്പോഴേക്കും വീഴാനും സാധ്യതയുണ്ട്. ഒരു പക്ഷേ അത് കരയാനും സാധ്യതയുണ്ട്. കരഞ്ഞ് മിക്ക കുഞ്ഞുങ്ങളും ഉമ്മയുടെ അടുത്തേക്ക് ഓടി പോകുന്നതാണ് പതിവ്. ഇതെല്ലാം അല്ലാതെ പുറത്ത് മഴയും ഉണ്ടായിരുന്നു. ഒരിക്കലും മഴയിലിറങ്ങി തനിയെ കുഞ്ഞ് നടന്നു പോയെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. വീടിന് അടുത്തുള്ള ബന്ധമുള്ളവർ തന്നെയായിരിക്കും ഇതിന് മുമ്പിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും സാധിക്കും. എത്തിയിരിക്കണം ഇൻഷാല്ലാ. അതിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ ആരാണോ അവരൊരു പക്ഷേ മുന്നോട്ട് വരികയാണെങ്കിൽ, രഹസ്യമായി മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് കുഞ്ഞിനെ തരികയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ മറിച്ചാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ നമുക്ക് ഒരു നിയമത്തിനും അവരെ ശിക്ഷിക്കേണ്ട. നിയമം ശിക്ഷിക്കുമായിരിക്കും, പക്ഷെ നമ്മൾ അവരെ നിയമത്തിന് വിട്ടുകൊടുക്കില്ല. പോട്ടെ, നമ്മൾ മാപ്പ് കൊടുക്കും അവർക്ക് മാപ്പ് കൊടുക്കാം നമുക്ക്. പക്ഷേ അതല്ലാതെ അവരങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കും, അത് ഏത് വഴിയാണെങ്കിലും. പിന്നെ ആ ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ, ആ ചാനലിൽ അയാൾ ആരെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, മിസ്റ്റർ ജോൺസൺ ആണ് തോന്നുന്നത് അദ്ദേഹത്തെ പറഞ്ഞു സ്മാർട്ട് ആകാം, പക്ഷെ ഓവർ സ്മാർട്ട് ആകരുത്. ഇനി സർവശക്തനായ അള്ളാഹു ദിയാമോളെ കൊണ്ടുപോയവർക്ക് മനസ്സിൽ കുറ്റബോധം എന്തെങ്കിലും തോന്നിപ്പിച്ച് മോളെ ഉമ്മായെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ പോലീസിലെ മിടുക്കരായ സത്യസന്ധരുമായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഇറങ്ങി പെട്ടെന്ന് തന്നെ കേസ് തെളിയിക്കാൻ പറ്റിയാലോ മോളെ വളരെ വേഗം തന്നെ മോളുടെ ഉമ്മായ്ക്ക് തിരിച്ചു കിട്ടും. പിന്നെ ജുനൈദ് വളരെ സത്യസന്ധമായിട്ട് 100% സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും സത്യം എന്നും ജയിക്കട്ടെ, സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. അതുപോലെ വാർത്തകൾ എത്താത്ത സ്ഥലങ്ങളില്ല. ആരുടെ കരങ്ങളിലാണ് കുഞ്ഞ് ഉള്ളത് എങ്കിൽ അതിനെ തിരിച്ചു കൊടുക്കുവാനുള്ള ഒരു മനസാക്ഷി എങ്കിലും കാണിക്കാനായിട്ടാണ് അവർ ശ്രമിക്കേണ്ടത്. കാരണം ഈ ഹീനകൃത്യം ചെയ്തിട്ട് വർഷങ്ങൾ ഒരുപാടായി. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഒരു കൊച്ചു കുഞ്ഞിനെ അതിൻ്റെ അമ്മയിൽ നിന്നും ഈ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുക എന്നുള്ളതിനേക്കാളും ക്രൂരമായിട്ടുള്ളൊരു കൃത്യം ചെയ്യുവാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ കോടതിയിൽ എല്ലാവർക്കും ഇതിന് സമാധാനം പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനത്തെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ ഈശ്വരൻ്റെ കയ്യിൽ നിന്നും കിട്ടാതിരിക്കില്ല. അപ്പം അത് ഒഴിവാക്കാനായിട്ടെങ്കിൽ ആ ഉമ്മയുടെ മനസ്സിലെ ആ വിഷമം, അവരുടെ ആ താങ്ങാനാവാത്ത മനസ്സ് തകർന്ന അവസ്ഥയെ ഇനിയെങ്കിലും ഇത്രയും വർഷം കഴിഞ്ഞിട്ടെങ്കിലും ആ കുഞ്ഞിനെ മടക്കി കൊടുക്കാനുള്ള ഒരു സന്മനസ്സ് കാണിക്കുന്നത് വളരെ ഒരു നല്ല കാര്യമായിരിക്കും. അത് ജുനൈദ് പിന്നെയും അത് ആവർത്തിച്ച് പറയുന്നുണ്ട്, അവരതിന് മാപ്പാക്കാം എന്നുള്ളത്. അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ, കേരളത്തിലെ പോലീസിൽ ഒരുപാട് മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഈ കേസ് ഏറ്റെടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഇത് ഒരുപാട് കാലമായിട്ട് ഇതിങ്ങനെ നീണ്ടു പോകുന്നു. അപ്പോൾ ഇനിയും കുഞ്ഞിന് അധികം വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ അമ്മയുടെ കയ്യിൽ തിരിച്ചു വരാനായിട്ടുള്ള ഒരു വഴി എത്രയും പെട്ടെന്ന് തുറന്ന് കിട്ടണേ എന്ന് എല്ലാവരും ഒറ്റക്കെട്ടോടെ ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം. പോലീസ് എത്രയും വേഗം കുഞ്ഞിനെ വീണ്ടെടുത്ത് ഉമ്മായെയും ഉപ്പായെയും തിരിച്ച് ഏൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.